നാളെ പുലർകാലേ പോകുന്നതുണ്ടു ഞാൻ, നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതീ ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനതേർക്കാലാൾ കുതിരപ്പടയോടും ആനക ശംഖപടഹവാദ്യത്തോടും സോദര ഭൂസുരതാപസ സാമന്തമേദിനീ ബാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേയി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. കൈകേയിയുടെ ആവശ്യപ്രകാരം ദശരഥ മഹാരാജാവ് രാമനെ കാട്ടിലേക്ക് അയക്കുകയും ഭരതനെ രാജാവാക്കുകയും ചെയ്തറിഞ്ഞ് ഭരതരാജൻ വിലപിക്കുന്നു. രാമന്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ വെച്ച ശേഷം അദ്ദേഹം രാമനെ തിരക്കി കാട്ടിലേക്ക് പോകുന്നു. കാട്ടിലേക്ക് പോയ ഭരതൻ രാമനെ തിരക്കവേ ഒരു നാൾ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന രഥം പൊയ്കയിൽ താണുപോയി. ആ ദിവസം കാട്ടിനകത്തൊരിടത്ത് അദ്ദേഹത്തിന് തങ്ങേണ്ടി വന്നു. ഭരതൻ തങ്ങിയ ആ സ്ഥലം പിന്നീട് ഭരതന്റെ ഊര് എന്ന് വിളിക്കപ്പെട്ടു. ഭരതന്നൂരെന്നറിയപ്പെട്ടു. നാടകത്തിലൊക്കെയുള്ളതുപോലെ ഒരു സൂത്രധാരികയുടെ ചുമതലയാണ് എനിക്കിവിടെയുള്ളത്. ഈ ദേശത്തിന്റെ വിശേഷങ്ങളറിഞ്ഞ് ഇവിടേക്കെത്തിയവരിലൊരാളാണ് ഞാനും. ശരിക്കും ദസ്രാക്ക് പോലെ, മയ്യഴി പോലെ ഈ കഥാഗ്രാമവും മനുഷ്യരും നിങ്ങളുടെ ഹൃദയത്തിലും ചലനങ്ങൾ സൃഷ്ടിക്കാം. ഇത് ഭരതന്നൂർ ഗ്രാമം. ഐതിഹ്യങ്ങളുടെ വിരൽ സ്പർശമുള്ള ഒരു ഗ്രാമം. അതിന് രാമായണത്തോളം പഴക്കം. ഭരതരാജന്റെ ഹൃദയം കവർന്ന ഊരെന്ന് വിശ്വാസം. വനവാസത്തിലായി ശ്രീരാമനെ തിരികെ വിളിക്കാൻ പോയ ഭരതന്റെ രഥചക്രങ്ങൾ ഈ ഗ്രാമത്തിലാണ്ടുപോയി. അന്നിവിടെ ഭരതൻ തങ്ങുകയും ചെയ്തു. അങ്ങനെയൊരു കഥ കൂടിയുണ്ട്. ഈ ഗ്രാമത്തിൽ നിന്നും ലഭിച്ച ഒരു ശിലാചക്രം ഭരതന്റെ രഥചക്രമാണെന്ന് വിശ്വസിക്കുന്നു. ആ രഥചക്രം ലഭിച്ച സ്ഥലത്തിന് വണ്ടി കിടക്കും പൊയ്ക എന്ന് പേര് വീണു. ഇവിടുത്തെ ക്ഷേത്രത്തിൽ ആ ശിലാചക്രം ഇന്നും സൂക്ഷിക്കുന്നു.
ചരിത്രത്തിന്റെയും പോരാട്ടത്തിന്റെയും ചുവപ്പൻ കഥകൾ കൂടിയുണ്ട് ഈ ഗ്രാമത്തിന്. അത് പറഞ്ഞു കേൾവിയോ പദം വരുത്തിയെടുത്ത കഥകളോ അല്ല. ചോരയും ഉയിരും കൊടുത്ത് ഒരു ഗ്രാമം ഉരുക്കി വാർത്തെടുത്ത പച്ചയായ സ്വാതന്ത്ര്യ സമര പോരാട്ടം. തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ പ്രക്ഷോഭമായ കല്ലറ പാങ്ങോട് കലാപത്തിന് വിത്തുപാക്കിയത് ഈ ദേശത്തിലായിരുന്നു. ഇന്ത്യയിലെ പോർവീര്യം പുകൾപ്പറ്റ എത്രയോ ഗ്രാമങ്ങൾ പോലെ ധീരമാണ് ഭരതന്നൂരും. തെലുങ്കാന പോലെ, പുന്നപ്രയും വയലാറും മൊറാഴയും കരിവള്ളൂരും പോലെ. അങ്ങനെ അങ്ങനെ കൊല്ലവർഷം 1114-17 കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൽ ഭരതന്നൂർക്കാരായ പട്ടാളം കൃഷ്ണനും കൊച്ചപ്പിപ്പിള്ളയും തൂക്കിലേറ്റപ്പെട്ടു. കലാപത്തിലുൾപ്പെട്ട പോരാളികളെ തിരക്കി കുതിരപ്പട്ടാളം വന്നതിനുശേഷം വീടുകൾ പലതും തീയെടുക്കപ്പെട്ടു. സ്ത്രീകളും കുട്ടികളും അപമാനിക്കപ്പെട്ടു. നിരപരാധികൾ തടവറയിലേക്ക് അയക്കപ്പെട്ടു. എന്നിട്ടും ഈ ദേശത്തിന്റെ ചരിത്രം മുഖ്യധാരാ പോരാട്ട ചരിത്രങ്ങളിൽ നിന്ന് എങ്ങനെയോ വിട്ടുപോയി. പക്ഷം പിടിച്ചവരും സ്തുതിപാഠകരുമായ ചരിത്ര പണ്ഡിതരിൽ പലരും ഈ ദേശത്തിന്റെ ഐതിഹാസിക സമരത്തെ മനഃപൂർവ്വം ഒഴിവാക്കി. അങ്ങനെയാണ് ഈ ഗ്രാമത്തിന്റെ ചരിത്രം ചരിത്രമല്ലാതായത്. ഈ ഗ്രാമചരിത്രം ഒരു പാഠപുസ്തകത്തിലും വന്നിട്ടില്ല. ഈ നാടിന്റെ സ്വാതന്ത്ര്യ സമര വാർഷികം പോലും ആചരിക്കപ്പെടുന്നില്ല. ഈ നാടിന്റെ ഐതിഹ്യവും ചരിത്രവും പുതുതലമുറയ്ക്ക് പോലും അന്യമായി.